ഹായ് എവരിവൺ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് EMTയിലുള്ള പോർഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇന്നലെ കൂളംസ് ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നാണ് പറയാൻ പോകുന്നത്. നോട്ട്സ് കംപ്ലീറ്റ്ലി ഇതിൽ ഞാൻ ബോർഡിൽ എഴുതാം, എന്നിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. Simply saying electric field intensity is force by charge is electric field intensity. Like ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ electric field intensity is termed as E, which is E is equal to force exerted. രണ്ട് ചാർജ് പ്രൊവൈഡ് ചെയ്താൽ അതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ എ ചാർജ് is electric field intensity. ഇതിനെയാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. പിന്നെ മക്കളെ, മിസ് ഇന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ലൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഈ വീഡിയോയിൽ ലൈറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആണോ? നോർമൽ വീഡിയോയിലുള്ള ലൈറ്റിംഗ്, ആ ലൈറ്റ് അല്ല, ഇന്ന് വേറെ ലൈറ്റ് ആണ് വെച്ചത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതിന്റെ ലൈറ്റ്. അപ്പൊ നോക്കിക്കോടാ, ഇവിടെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ വൺ ചാർജ് ഫിക്സഡ് ഇൻ പൊസിഷൻ 1, സേ Q1. ഒരു ചാർജ് ആണ് പറഞ്ഞത്, ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. അതാണ് കൺസിഡർ വൺ ചാർജ് ഫിക്സഡ് ഇൻ പൊസിഷൻ 1, സേ Q1 and move a second charge slowly around the first charge. അപ്പൊ ഫസ്റ്റ് ചാർജിന് ചുറ്റും സ്ലോലി ഒരു സെക്കൻഡ് ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്. there exists everywhere a force on the second charge, അല്ലെ? അപ്പൊ രണ്ട് ചാർജുകൾ അടുത്തടുത്തായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് ഷുഡ് ബി എന്തായിരിക്കും? ദ കൂളംസ് ലോയുടെ ആപ്ലിക്കേഷൻ പറയുന്ന ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ കൂളംസ് ലോ പറയുന്ന ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ടു ചാർജസ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബൈ ചാർജസ് എന്ന് പറയുന്ന ആ ഫോഴ്സ് ആണ്. The second charge is displacing the existence of force field. Then the force acting on it is the Coulomb's force, that is F is equal to Q1 QT. The second charge QT ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് QT എന്ന് വെച്ച് പറഞ്ഞിട്ടോ. F is equal to Q1 QT divide by 4 pi epsilon 0 into R1T square into A1T യൂണിറ്റ്. അതെന്താ? യൂണിറ്റ് വെക്ടർ ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ U1T എന്നാണ് എടുത്തത്, ഇന്ന് ഞാനിപ്പോ അത് A1T എന്ന് എടുത്തുന്നേ ഉള്ളൂ. ചാർജുകൾ 1ഉം Tയും ആയതുകൊണ്ടാണ് ഇവിടെ R1T square into A1T കൊടുത്തത്. ഇന്നലെ നമ്മൾ എല്ലാം അങ്ങനെ തന്നെയാ ചെയ്തേ. 1, 2 ചാർജ് എടുത്തപ്പോ താഴെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ them R12 square into യൂണിറ്റ് വെക്ടർ U12 എടുത്തു. ഒരു ന്യൂമറിക്കൽ ചെയ്തപ്പോ 3ഉം 4ഉം രണ്ട് ചാർജ് ബ്രോഡ് ടുഗെദർ ആയിട്ട് സെപ്പറേറ്റ് ആയി എന്ന് പറഞ്ഞത്, സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴുള്ള ചാർജിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ Q3 Q4 എടുത്തു. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് F is equal to Q3 Q4 divide by 4 pi epsilon 0 R34 square into U34 എന്ന് എഴുതിയ. അപ്പൊ എന്താണോ ചാർജിന്റെ യൂണിറ്റ് കൊടുക്കുന്നത് അത് തന്നെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം യൂണിറ്റ് വെക്ടറും കൊടുക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. Then writing this force as a force per unit charge gives FT by QT. ഞാൻ എന്താ പറഞ്ഞ ആദ്യം ഡിഫൈൻ ചെയ്തപ്പോ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is simply the force by charge. ഫോഴ്സ് FT ആണ്, അതിനെ QT എന്നൊരു ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Q1 QT ഡിവൈഡ് ബൈ 4 pi epsilon 0 R1T square the whole divide by QT ചെയ്യുമ്പോൾ ഈ QTയും ഈ QTയും കൂടെ എന്താവും? കട്ടാവും. കട്ടാകുമ്പോൾ FT by QT is equal to Q1 divide by 4 pi epsilon 0 R1T square into A1T എന്ന് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. The quantity on the right side of equation 2 is a function only of charge Q1. അല്ലെ? റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? Q1 എന്ന ചാർജിന്റെ മാത്രം ഒരു ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഇസ് ദ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഫ്രം Q1 ടു ദ പൊസിഷൻ ഓഫ് ദ ടെസ്റ്റ് ചാർജ്. അല്ലെ? Q1ൽ നിന്ന് ടെസ്റ്റ് ചാർജ് QTയിലേക്ക് പോകുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ആണെന്ന്, ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് പോലെ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കല്ലേ നമ്മൾ രണ്ട് ചാർജുകൾ പ്ലേസ് ചെയ്ത് പറയുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. ദിസ് ഡിസ്ക്രൈബ്സ് എ വെക്ടർ ഫീൽഡ് ആൻഡ് ഇസ് കോൾഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതിനെയാണ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നതും ആ ലൈൻ സെഗ്മെന്റ് ജോയിൻ കണക്ട് ചെയ്യുന്നത് കൊണ്ട് അതൊരു വെക്ടർ ഫീൽഡ് ആണ്. വെക്ടർ എന്ന് പറയുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ്, ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഉള്ളത് കൊണ്ട് വെക്ടറും, മാഗ്നിറ്റ്യൂഡ് മാത്രം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്കെയിലാർ എന്നും പറയും. ക്ലിയർ? സോ ഇതൊരു വെക്ടർ ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്ടർ ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആസ് ദ വെക്ടർ ഫോഴ്സ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മസ്റ്റ് ബി മെഷർഡ് ബൈ ദ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം. എന്താ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം. ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഇപ്പൊ E is equal to, ഞാൻ പറഞ്ഞു ഫോഴ്സ് ബൈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ E is equal to FT by QT.
ഈ FT/QT നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? അതിനെ എനിക്ക് E is equal to Q1 divided by 4π0 R1T square into A1T എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഈ നോട്ട്സ് എഴുതിയെടുക്കണം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതിന്റെ ഒരു ന്യൂമറിക്കൽ ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യാവേ. നോക്കിക്കോട്ടെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ട് ചാർജിന്റെ ആണ് ഇപ്പൊ അവിടെ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് Q divided by 4π0 into R square into AR. എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ആ യൂണിറ്റ് വെക്ടർ AR എന്ന് കൊടുത്തു. പക്ഷെ എപ്പോഴും രണ്ട് ചാർജുകൾ ആയിരിക്കില്ല. സിസ്റ്റത്തിൽ 3 ചാർജ് വരാറുണ്ട്, 4 ചാർജ് വരാറുണ്ട്, 5 ചാർജ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ n നമ്പർ ഓഫ് ചാർജസ് വരുമ്പോൾ നമ്മൾ ഹൗ ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓർ ദ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ്. ഫോർ n പോയിന്റ് ചാർജസ്, n നമ്പർ ഓഫ് ചാർജുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് E is equal to 1 by 4π0 sigma k is equal to 1 to n q by r cube into r. എങ്ങനെ r cube വന്നെന്ന് താഴേന്ന് മനസ്സിലാവും. ഈ സിഗ്മ k is equal to 1 to n എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജ് മുതൽ ഇപ്പൊ ഞാൻ പറയുന്നത് ലെറ്റ് ദ ടോട്ടൽ പോയിന്റ് ചാർജസ് ബി 5. അപ്പോൾ സിഗ്മ 1 to 5 എടുക്കണം. അപ്പൊ എങ്ങനെ Q1 by 4π0 R1 minus R2 the whole cube എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തം ഇക്വേഷൻ എടുക്കുമല്ലോ. അതിനാണ് ഈ സിഗ്മ k is equal to 1 to n. ഇനി ഞാൻ മിസ് ഇവിടെ R ക്യൂബ് എന്ന് പറഞ്ഞു, അതെന്താന്ന് പറയാം. ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ വെയർ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആർ കെ. അല്ലെങ്കിൽ ഈ ആർ നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ ഒറിജിൻ വെക്ടർ ആർ മൈനസ് ആർ കെ. ഇപ്പൊ ഫസ്റ്റ് സിഗ്മ റെപ്രസെന്റേഷൻ ഐട്രേറ്റ് ചെയ്ത് ഓൾജിബ്രൈക് സം എടുക്കണം. അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് ഓൾജിബ്രൈക് സം എടുക്കുമ്പോൾ ഫസ്റ്റ് കെ ഇസ് ഈക്വൽ ടു 1 അസൈൻ ചെയ്യുമ്പോൾ ചാർജ് Q1 ആവും. സെക്കൻഡ് കെ ഇസ് ഈക്വൽ ടു 2 ആവുമ്പോൾ ചാർജ് Q2 ആവും. അപ്പൊ അതിനനുസരിച്ച് ആർ മൈനസ് ആർ വൺ, ആർ മൈനസ് ആർ ടു, ആർ മൈനസ് ആർ ത്രീ, ആർ മൈനസ് ആർ ഫോർ, ആർ മൈനസ് ആർ ഫൈവ്. ലെറ്റ് ഞാൻ പറഞ്ഞു 5 പോയിന്റ് ചാർജസ്, അതുകൊണ്ട് ആർ മൈനസ് ആർ 5 വരെ നമ്മൾ ഐട്രേറ്റ് ചെയ്താണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ലൈക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഇക്വേഷൻ ചേഞ്ചസ് ടു ഇതിനെ ഞാനൊരു ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുക. ഇപ്പൊ ലെറ്റ് 3 ചാർജസ് ആണേ. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന E is equal to Q divided by 4π0 into R dash സ്ക്വയർ, അതായത് R മൈനസ് ആർ ഡാഷ് സ്ക്വയർ. ഈ R മൈനസ് ആർ ഡാഷ് തന്നെ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് ചാർജ് നമ്മൾ എടുക്കുന്ന ചാർജ് മൈനസ്, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് മൈനസ് ഫസ്റ്റ് ചാർജ് അറൌണ്ട് ആയിട്ട് സ്ലോലി മൂവിംഗ് ആയിട്ട് പറയുന്ന എത്ര ചാർജോ അതിന്റെ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ അല്ലെങ്കിൽ AR കൊടുക്കില്ലേ. ദാറ്റ് യൂണിറ്റ് വെക്ടർ ഇന്നലെ നമ്മൾ ന്യൂമറിക്കലി പഠിച്ചില്ലേ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വെക്ടർ ഡിവൈഡ് ബൈ ദ മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ എന്നല്ലേ പറയുന്നത് അല്ലേ. അപ്പൊ ആർ മൈനസ് ആർ ഡാഷ് ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ ഡാഷ്. നോക്കിക്കോ, ആർ മൈനസ് ആർ ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് ആർ ഡാഷ് ആണ്. അപ്പൊ എന്താണ് ആർ മൈനസ് ആർ ഡാഷ് ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടിയില്ലേ. ഇങ്ങനെയാണ് n നമ്പർ ഓഫ് ചാർജസ് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ചേഞ്ചസ് ടു ഡിനോമിനേറ്ററിൽ ക്യൂബ് വരും. അവിടെ ഈ സ്ക്വയർ ഇട്ട് ചെയ്യാൻ പറ്റില്ല. 2 ചാർജുകൾ മാത്രമാണെങ്കിലാണ് നമുക്ക് സ്ക്വയർ ഇട്ട് ചെയ്യാൻ പറ്റുള്ളൂ. n നമ്പർ ഓഫ് ചാർജസ് ലൈക്ക് ഗ്രേറ്റർ ദാൻ 2 ചാർജസ് ആണ്, അല്ലെങ്കിൽ മോർ ദാൻ 2 ചാർജുകൾ ആണെങ്കിൽ നമുക്ക് ആർ മൈനസ് ആർ ക്യൂബ് വരും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ചേഞ്ചസ് ടു E is equal to Q into R minus R dash. ഇത് ഈ R minus R dash ആണ് കേട്ടോ, വെക്ടർ യൂണിറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ 4π0 into R minus R dash the whole cube. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും n നമ്പർ ഓഫ് ചാർജസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് n നമ്പർ ഓഫ് ചാർജസ് ആണ്. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഒരു ന്യൂമറിക്കൽ കുറെ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മുടെ ടാറ്റോ മെഗ്രോ ഹിൽസിന്റെ വില്യം H. ഹെയ്ത്ത് അറിയോ? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു മുരളി സർ ആണ് പഠിപ്പിച്ചത്. ഹെഡ്സ് ഓഫ് ടു സർ. കാരണം ആ സാറാണ് ഇന്ന് എനിക്ക് എന്തെങ്കിലും EMT അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം EMT പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബിഹൈൻഡ് ദ സീൻ സാറാണ്. സാർ അത്ര അടിപൊളിയായിട്ടാണ് സാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന സാർ ആരായിരുന്നു ചോദിച്ചാൽ അത് മുരളി സാറാണ്. മുരളി സാർ ഇപ്പൊ പിന്നെ എവിടെയോ നമ്മുടെ ഇടുക്കി സബ് സ്റ്റേഷൻ മൂലമറ്റം പവർ പ്ലാന്റിലൊക്കെ ജോലി കിട്ടിയെന്ന് കേട്ടിട്ടുണ്ട്. സാറ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറിന് വേറെ എവിടെയോ ജോലി കിട്ടിയിട്ട് പോയായിരുന്നു. KCBയിൽ എങ്ങാണ്ട് ജോലി കിട്ടി മാറി. പിന്നെ അവിടെ നിന്ന് എന്തോ സബ് സ്റ്റേഷനിൽ പോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത്ര നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മുരളി സാറ്. അപ്പോ സാറ് പഠിപ്പിച്ചാണ് EMT. അപ്പൊ സാറ് സിലബസിലുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ വെച്ചിട്ട് സാറ് പറഞ്ഞു ഹെയ്ത്ത് തന്നെ പഠിക്കണം, അതൊരു ഇന്റർനാഷണൽ ടെക്സ്റ്റ് ആണ്, നാഷണൽ ലെവൽ ടെക്സ്റ്റ് അല്ല, അത് തന്നെ പഠിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് അത്ര നോളജ്. അന്ന് മുതൽ സാറ് പറഞ്ഞിട്ട് ഇതെന്റെ S5 പേപ്പറാണ്. അപ്പോൾ ഞാൻ S5 പഠിച്ച പേപ്പറാണ്. അപ്പോൾ അന്ന് മുതൽ വീട്ടിൽ പറഞ്ഞിട്ട്
അച്ചായി പാളയത്ത് നിന്നെങ്ങാണ്ട് എനിക്ക് ടെക്സ്റ്റ് മേടിച്ചുകൊണ്ട് തന്നതാ. ആ ടെക്സ്റ്റ് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് കാണിക്കാം. ഇത് ഞാൻ ബൈൻഡ് ചെയ്തു, ഇല്ലെങ്കിൽ ഇത്രയും വർഷമായില്ലേ ടെക്സ്റ്റ് ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ ബൈൻഡ് ചെയ്തിട്ട് പഠിച്ചതും പഠിപ്പിക്കുന്നതും എല്ലാം. ബുക്ക് കണ്ടാ അറിയാം, കുറെ കീറിയിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കായി കണ്ടുവാ, കുറെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കിലുള്ളത് വെച്ചിട്ടാണ്. അപ്പൊ ഈ ബുക്കിലെ ഒരു ന്യൂമറിക്കലാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. ഇത് കുറെ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതും പെട്ടെന്ന് ആരും ചെയ്യാത്തതുമായ ഒരു ന്യൂമറിക്കലാണ്. അപ്പൊ നമുക്കത് ചെയ്യാം. നിങ്ങൾ ഇത് എഴുതിയെടുക്കണേ. നോക്കിക്കോടാ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ടി അറ്റ് പോയിന്റ് പി ഓഫ് 1 1 1, അതായത് നമ്മുടെ മെയിൻ പോയിന്റ്. അതിനെ ചുറ്റിയാണ് ബാക്കിയുള്ള പോയിന്റ്സ്. കോസ്ഡ് ബൈ 4 ഐഡന്റിക്കൽ 3 നാനോകുളം പോയിന്റ് ചാർജസ്. അപ്പൊ ഈ 1നെ കോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റിനെ കോസ് ചെയ്യുന്നത്, പി എന്നുള്ള പോയിന്റിനെ കോസ് ചെയ്യുന്ന 4 ഐഡന്റിക്കൽ ആയിട്ടുള്ള 4 ചാർജുകൾ ഉണ്ട്. 4ഉം 3 നാനോകുളമ്പാണ്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്, ഫസ്റ്റ് പോയിന്റ് P1 is equal to 1 1 0, P2 of -1 1 0, P3 of -1 -1 0 and P4 of 1 -1 0. അപ്പൊ ഈ പോയിന്റ് എല്ലാം കാരണം ഈ ഫസ്റ്റ് പോയിന്റ് P of 1 1 1 ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ, n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. n നമ്പർ ഓഫ് ചാർജസ് ഉള്ളത് കൊണ്ട് 1/4πε0 സിഗ്മ k is equal to 1 to n q ഡിവൈഡ് ബൈ r മൈനസ് r ഡാഷ് ക്യൂബ് ഇൻറ്റു r മൈനസ് r ഡാഷ് എന്നുള്ള യൂണിറ്റ് വെക്ടറിന്റെ അതും കൂടി വരും അല്ലെ. ഇതിൽ നിന്ന് r എന്താണ്, r മൈനസ് r ഡാഷ് എന്നൊക്കെ പറയുന്നത് എന്താന്ന് കണ്ടുപിടിക്കണം. r എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് P of 1 1 1 ആണ്. അത് 3 ആക്സിസ്, ഇതാണ് എക്സ് എടുത്തിട്ടുള്ള, ഇത് y ആണ്, ഇത് z ആണ്. അപ്പൊ ഈ 3 പോയിന്റിന്റെ ഫിഗർ ഒരു പാരലോഗ്രാം മോഡലിൽ ഇവിടെ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ കിട്ടും. എങ്ങാ നിങ്ങൾക്ക് ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള 3D ബേസിക് ആയിട്ട് എടുക്കുന്നില്ല XYZ, അങ്ങനെ എടുത്താലും പോയിന്റ് ഇങ്ങനെ സെയിം തന്നെ കിട്ടും. ഇത് പോയിന്റ് തിരിഞ്ഞു വരും. അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ P1 P2, ഇത് P3 P4 ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. പാരലോഗ്രാം തന്നെയാണ് കിട്ടുന്നത്. ഞാൻ അങ്ങനെയാണ് വരച്ചത്. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ടെക്സ്റ്റിന്ന് ഡയറക്റ്റ്, ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനിന്റെ കൂടെ ഫിഗർ ഉണ്ട്, നമ്മൾ വരയ്ക്കുന്നതല്ല, ഫിഗർ ക്വസ്റ്റ്യനിൽ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എന്റെ ഡയറിയിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നോർമലി ഫിഗർ നോക്കാണ്ട് പോയിന്റ്സ് വെച്ച് മാർക്ക് ചെയ്തപ്പോഴും എനിക്ക് ഇത് തന്നെയാണ് കിട്ടിയത്. ഞാൻ ഇപ്പോ ടെക്സ്റ്റ് യൂസ് ചെയ്ത് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ R1 R1 R2 R3 R4 എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? P of 1 1 1 ആണ്. ഇതാണ് നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ചാർജിന്റെ പോയിന്റ് പറയുന്നത്. ഫിക്സഡ് പോയിന്റ് ഇതാണ്. അപ്പൊ ഈ പോയിന്റിലുള്ള R എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നു XYZ അല്ലേ. അപ്പൊ യൂണിറ്റ് വെക്ടർ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AX പ്ലസ് AY പ്ലസ് AZ. ഫസ്റ്റ് R കിട്ടി. സെക്കൻഡ് പോയിന്റ് ഏതാണ്? P1 of 1 1 0. അപ്പൊ R1 എങ്ങനെ കിട്ടും? AX പ്ലസ് AY, AZ ഇല്ല ബിക്കോസ് അത് 0 ആണ്. P2 എന്തെന്നാ കിട്ടുന്നത്? -1 1 0. ദാറ്റ് ഈസ് R2 ഈസ് ഈക്വൽ ടു -AX പ്ലസ് AY, അവിടെയും Z ഇല്ല. അടുത്ത P3 of -1 -1 0. That is R3 is equal to -AX minus AY. ആണല്ലോ. അടുത്ത P4 1 -1 0. That is R4 is equal to AX minus AY. ഇങ്ങനെ 4 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് താഴത്തെ R മൈനസ് R ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് എടുക്കുമ്പോൾ R മൈനസ് R1 ഒരു സെറ്റ് ചെയ്യുക, R മൈനസ് R2 ചെയ്യുക, R മൈനസ് R3 ചെയ്യുക, R മൈനസ് R4 ചെയ്യുക. ബാക്കിയെല്ലാം Q3 നാനോ കുളം എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ബേസിക് ഇക്വേഷൻ 1 ആക്കി. ഇത് സെക്കൻഡ്, 3, 4 and this one being the fifth equation, right? R minus R1, R minus R2, R minus R3 നമുക്ക് വേണമല്ലോ. അപ്പൊ ഞാനിപ്പോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ എടുത്ത ആ യൂണിറ്റ് വെക്ടറിന്റെ പോർഷൻ കഴിയും. സോ R minus R1 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1 minus 2. R എന്താ? AX plus AY plus AZ minus AX plus AY. അപ്പൊ എന്ത് കിട്ടും? കട്ടായ AZ കിട്ടും. That means we obtain R minus R1 is equal to AZ. ഒരെണ്ണം കിട്ടിയേ.
അടുത്ത R-R2 അതുപോലെ എല്ലാം ചെയ്തോ. R-R2. അപ്പോ ഞാൻ ചെയ്തിട്ട് കാണിക്കേ. നോക്കിക്കോ മക്കളെ, മിസ് ഇപ്പോ ഇതെല്ലാം R-R1, R-R2, R-R3, R-R4 എന്ന് പറഞ്ഞ് ഇത് ഇത്രയും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോന്നിന്റെ ഈ വെക്ടേഴ്സ് എടുക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. പിന്നെ ചെയ്യാൻ ഈസി ആണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്തിട്ട് എഴുതിയെടുക്കണം. ഞാൻ ഈ R-R1 ഈ കിട്ടിയ വാല്യൂസ് മാത്രം സൈഡിലേക്ക് മാറ്റിയിട്ട് ഇക്വേഷൻ ഇത് മായ്ക്കും, എറൈസ് ചെയ്തിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. സോ നിങ്ങളിപ്പോ ഇത് എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കിക്കോ. നമ്മുടെ R എന്നുള്ള പോയിന്റ്, R1 എന്നുള്ള പോയിന്റ്, കണ്ടീഷൻ R-R' ദ ഹോൾ ക്യൂബ് ചെയ്യണം. അവിടെ വെക്ടർ നമുക്ക് എടുക്കണം. സോ ഞാൻ എന്ത് ചോദിച്ചു, R-R1 ചെയ്തു. അപ്പൊ A കൊടുത്താൽ മതിയല്ലോ. AX പ്ലസ് AY കൊടുത്തു. അപ്പൊ എനിക്ക് AZ കിട്ടി. R-R2 ചെയ്തപ്പോ ഇതിൽ നിന്ന് -AX പ്ലസ് AY, -AX പ്ലസ് ആവില്ലേ, അന്നേരം 2AX പ്ലസ് AZ കിട്ടി. R-R3 ചെയ്തപ്പോ 2AX പ്ലസ് 2AY പ്ലസ് AZ കിട്ടി. അതുപോലെ R-R4 ചെയ്തപ്പോ AX പ്ലസ് AY പ്ലസ് AZ -AX മൈനസ് AY ആണ്. അത് ചെയ്യുമ്പോൾ R-R4 2AY പ്ലസ് AZ നമുക്ക് കിട്ടും. ഇത്രയും കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഞാനിപ്പോ സൈഡിലേക്ക് R-R1, R-R2, R-R3, R-R4 സൈഡിലേക്ക് എഴുതിയിടും. എന്നിട്ട് ഇതിനെ ഞാൻ മായ്ക്കാൻ പോവാണ്. എഴുതിയെടുക്കണേ. ഇനി ഞാൻ ഇത് എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇക്വേഷൻ മാറ്റി എഴുതുവാണ്. E ഈസ് ഈക്വൽ ടു Q ബൈ 4 epsilon 0 into R minus R dash square into again R minus R dash divide by R minus R dash vector എന്ന് തന്നെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു കാര്യം ചെയ്യാം. ഈ Q ബൈ 4 epsilon 0 ഡയറക്ട്ലി നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തൊരു വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് R-R dash ഡിവൈഡ് ബൈ R-R dash ദ ഹോൾ ക്യൂബ് എന്ന് ഇട്ടാൽ മതിയല്ലോ ഇക്വേഷൻ. മനസ്സിലായോ മിസ് പറഞ്ഞത്? ദാറ്റ് ഈസ് Q ബൈ 4 epsilon 0 into R-R dash ഡിവൈഡഡ് ബൈ R-R dash ദ ഹോൾ ക്യൂബ്. ഇങ്ങനെ കൊടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് Q ബൈ 4 epsilon 0യുടെ വാല്യൂ കണ്ടുപിടിക്കും. ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇൻറ്റു ഓരോന്നായിട്ട് ചെയ്താൽ പോരെ, ഓരോ പോയിന്റ്സ് മാറ്റി മാറ്റി. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് Q എന്ന് പറയുന്ന 3 നാനോ കൂളംബ് ആണ്. ദാറ്റ് ഈസ് 3 into 10 raised to minus 9 divide by 4 pi into epsilon 0 8.854 into 10 raised to minus 12 അല്ലേ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കും. എന്നിട്ട് ബാക്കി ചെയ്യുകയാണേ. കിട്ടിയത് 26.96 ഇൻറ്റു ഇനി R-R dash ഡിവൈഡ് ബൈ R-R dash ദ ഹോൾ ക്യൂബ് ചെയ്താൽ പോരെ. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് ഓരോന്ന് ഇറ്ററേറ്റ് ചെയ്ത് R-R1 എടുക്കുമ്പോൾ AZ എന്നുള്ളത് കൊടുത്തിട്ട് അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക. R-R2 എന്ന് പറയുന്ന 2AX പ്ലസ് AZ വെച്ചിട്ട് അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. മനസ്സിലായില്ലേ? നോക്കിക്കോ, ഞാനിപ്പോ ഓൾജിബ്രൈക് സമ്മേഷൻ ഒരുമിച്ച് എഴുതി. R-R1 ഡിവൈഡ് ബൈ R-R1 ദ ഹോൾ ക്യൂബ് പ്ലസ് R-R2 ഡിവൈഡ് ബൈ R-R2 ദ ഹോൾ ക്യൂബ് പ്ലസ് R-R3 ഡിവൈഡ് ബൈ R-R3 ദ ഹോൾ ക്യൂബ് പ്ലസ് R-R4 ഡിവൈഡ് ബൈ R-R4 ദി ഹോൾ ക്യൂബ്. ഇനി നമുക്ക് R-R1 ആ കിട്ടിയിട്ടുള്ള വെക്ടേഴ്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതിയല്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാലോ. നോക്കിക്കോണേ. R-R1 കിട്ടിയിട്ടുള്ളത് AZ ആണ്. അപ്പൊ AZ ഡിവൈഡ് ബൈ ഇതിന്റെ മോഡുലസ്. ഇതിന്റെ മോഡുലസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് AZ മാത്രമല്ലേ, 1 സ്ക്വയർ ദ ഹോൾ ക്യൂബ്. കിട്ടിയില്ലേ? സ്ക്വയറും റൂട്ടും കൂടെ കട്ടാവും, അപ്പൊ 1 മാത്രം വരും. പ്ലസ്
ആർ മൈനസ് ആർ ടു എന്താ 2ax പ്ലസ് az. ax പ്ലസ് az ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ പ്ലസ് az 1ന്റെ സ്ക്വയർ പ്ലസ് ആർ മൈനസ് ആർ ത്രീ 2ax പ്ലസ് 2ay പ്ലസ് az ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് 9 അല്ലേ 3 വരും. പ്ലസ് അടുത്തത് ആർ മൈനസ് ആർ ഫോർ 2ay പ്ലസ് az ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇങ്ങനെ കിട്ടും അല്ലേ, ഇങ്ങനെ കിട്ടും. ഇനി ഇതിന്റെ വാല്യൂസ് എടുത്താൽ മതിയല്ലോ. ഇപ്പൊ ഇവിടെ ഇത്ര എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് നിങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ കിട്ടിയതിൽ നിന്ന് ഇവിടെ 26.96 കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ, ആ വാല്യൂസ് ഡിവൈഡ് ചെയ്ത് 0.5 √5 ദ ഹോൾ ക്യൂബ് ഞാൻ ചെയ്തു, അതുപോലെ 0.9 ദ ഹോൾ ക്യൂബ് ചെയ്തു, 0.5 അഗെയിൻ ദ ഹോൾ ക്യൂബ് ചെയ്തു. ഈ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് ഇതിനെ ടോട്ടലി ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാലോ. ആ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയതാണ് E is equal to, ഇതാണ് ആൻസർ. ദ ഫുൾ ക്വസ്റ്റൻ ആൻസർ ഇതാണ്. 6.82ax പ്ലസ് 6.82ay പ്ലസ് 32.8 az എന്ന് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഒരു ന്യൂമറിക്കൽ ഇതിന് ചെയ്തിട്ടുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ എവിടെയെങ്കിലും ഒക്കെ എക്സാമിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഞാൻ ഗോസ്ലോ ആണ് വീഡിയോ ഇടാൻ പോകുന്നത്. സോ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമന്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.